ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ മനസ്സിൽ ഒളിപ്പിച്ചിരിക്കുന്ന ആ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ആ ഒരു ട്രൂത്ത് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിലും വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ മനസ്സിൽ ഒളിപ്പിച്ചിരിക്കുന്ന ആ ഒരു ട്രൂത്ത്, ആ ഒരു സത്യം എന്താണ് എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സൺ മനസ്സിൽ ഒളിപ്പിച്ചിരിക്കുന്ന ആ ഒരു സത്യം എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ മനസ്സിൽ ഒളിപ്പിച്ചിരിക്കുന്ന ആ ഒരു സത്യം എന്താണ്? നിങ്ങളുടെ പേഴ്സൺ മനസ്സിൽ ഒളിപ്പിച്ചിരിക്കുന്ന ആ ഒരു സത്യം എന്താണ് എന്നുള്ളതാണ് നമ്മളോട് നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് കാർഡ് നമുക്ക് കിട്ടുന്നത് പേജ് ഓഫ് കപ്സിന്റെ ഒരു കാർഡാണ്. പേജ് ഓഫ് കപ്സ്, ക്വീൻ ഓഫ് വാൻഡ്സ്, ഏസ് ഓഫ് പെന്റക്കിൾസ്, ഏസ് ഓഫ് സോർഡ്സ്, Wheel of Fortune. Okay. Six of Wands. The Fool card. Two of Pentacles. Queen of Pentacles. Two of Cups. Page of Pentacles. Seven of Swords. മാസ്റ്റർ കാർഡ് നമുക്ക് നോക്കാം. ഓക്കെ, 10 ഓഫ് കപ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന രണ്ട് കാർഡുകൾ, പേജ് ഓഫ് കപ്സും അതുപോലെ ക്യൂൻ ഓഫ് വാൻഡ്സ്. ഈ രണ്ട് കാർഡുകൾ കോമ്പിനേഷൻ, ഈ ഒരു റീഡിങ്ങിൽ വളരെ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷണൽ അതുപോലെ തന്നെ ഫിസിക്കൽ അട്രാക്ഷൻ എനർജിയാണ് കാണിക്കുന്നത്. ഈ രണ്ട് കാർഡുകൾ ഒരുമിച്ച് വരുമ്പോൾ തന്നെ ഒരാൾ ഒരു ഇന്നസെന്റ് ഫീലിങ്സ് മാത്രം ഫീൽ ചെയ്യുന്നത് പോലെയല്ല നമുക്ക് തോന്നുന്നത്. ഒരു എന്താ പറയുക, ഒരു ടെംപ്റ്റേഷൻ അല്ലെങ്കിൽ ഇമോഷണൽ എക്സൈറ്റ്മെന്റ്, അഡ്മിറേഷൻ എല്ലാം മിക്സഡ് ആയിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്. ഒരേ ഒരു ഫീലിങ്സ് മാത്രമല്ല, കുറേയേറെ ഫീലിങ്സുകൾ ഇവർ ക്യാരി ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ പേജ് ഓഫ് കപ്സ് പറയുമ്പോൾ അവരുടെ ഉള്ളിലെ ഒരു ഇമോഷണൽ സൈഡാണ് ശരിക്കും നമുക്ക് കാണിച്ചു തരുന്നത്. പേജ് ഓഫ് കപ്സ് സാധാരണയായിട്ട് ക്രഷ് എനർജി, അതുപോലെ സീക്രട്ട് ഫീലിങ്സ്, ഇമോഷണൽ ക്യൂരിയോസിറ്റി, ദിവാസ്വപ്നങ്ങൾ, ആ ഒരു ഇമാജിനേഷൻ, ഷൈ, അതൊക്കെയാണ് നമ്മളെ ഒക്കെ സാധാരണയായിട്ട് ഈ ഒരു കാർഡ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവരെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മൈൻഡിൽ വളരെ സോഫ്റ്റ് ആകുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവർ നോട്ടീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു സംസാര രീതി അവർ നോട്ടീസ് ചെയ്യാറുണ്ട്. നിങ്ങളുടെ കണ്ണ് പോകുന്നത്, കണ്ണ് നോക്കുന്ന സ്ഥലങ്ങൾ, റിയാക്ഷൻസ്, അറ്റൻഷൻ കൊടുക്കുന്ന വിധം, ഇതൊക്കെ അവർക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതൊക്കെ അവർ നോട്ടീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ പേജ് ഓഫ് കപ്സ് പലപ്പോഴും ഒരു സൈലന്റ് ഇമോഷണൽ മെസ്സഞ്ചർ ആണ്. അവർക്ക് ഫീലിങ്സ് ഉണ്ടെങ്കിലും അത് നേരിട്ട് പറയാനുള്ള ഒരു കറേജ് സ്റ്റേബിൾ ആയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇൻഡയറക്റ്റ് സൈൻസ്, ഹിൻസ്, ചെക്കിംഗ് റിയാക്ഷൻസ് പോലുള്ള ബിഹേവിയർ ഒക്കെ ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് വരുന്നുണ്ടാകാം. അപ്പൊ ഈ ഒരു കാര്യം മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യം കൂടി പറയുന്നു. ഇവര് നിങ്ങളെ ശരിക്കും മനസ്സിലാക്കുന്നത്, അതായത് റിയാലിറ്റിയിലുള്ളതും കൂടുതൽ സ്പെഷ്യൽ ആയിട്ടും ഇവർ നിങ്ങളെ ഇമാജിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളെക്കുറിച്ച് ഡേ ഡ്രീം ചെയ്യല്, റാൻഡം മെമ്മറീസ് റീപ്ലേ ചെയ്യല്, സഡൻലി മൂഡ് ചേഞ്ച് ആകാനായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ഇതൊക്കെ അവർ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെക്കുറിച്ച് അവർക്കുണ്ടാകുന്ന ഫീലിങ്സുകൾ നോക്കി കഴിഞ്ഞാൽ അതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ ക്വീൻ ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെയാണ് അട്രാക്ഷൻ ശരിക്കും ഒരു ഡേഞ്ചറസ് ആകുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. ക്വീൻ ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ വളരെ പവർഫുൾ ആണ്. ഈ ഒരു കാർഡ് പറയുന്നത് നിങ്ങളൊരു മാഗ്നറ്റിക് ഓറ ഇവർക്ക് ഫീൽ ചെയ്യുന്നു നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്നാണ്. അപ്പം നിങ്ങളെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ഇവർക്ക് തോന്നുന്നു, ഒരു ചാം എനർജി വരുന്നു, ബോൾഡ് ഫെമിനിൻ എനർജി, മസ്കുലൈൻ എനർജി, ഏതുമാകാം. അതുപോലെ അറ്റൻഷൻ കിട്ടുന്ന അല്ലെങ്കിൽ അറ്റൻഷൻ പിടിച്ചെടുക്കുന്ന ഒരു പ്രസൻസ്, ഇവരാണ് അവരുടെ ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെയാണ് അവരുടെ മൈൻഡിലൊരു മുന്നോട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പം ക്വീൻ ഓഫ് വാൻഡ്സ് സിമ്പിൾ ഒരു ബ്യൂട്ടി കാർഡ് അല്ല, ഇതൊരു
എന്താ ഇഗ്നോർ ചെയ്യാൻ പറ്റാത്ത, പറ്റാത്ത ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. അപ്പം അവർക്ക് നിങ്ങളെക്കുറിച്ച് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട്, ആരാധനയുണ്ട്, അതുപോലെ തന്നെ പൊസസീവ്നെസ് ഉണ്ട്, ഒരു ഫാസിനേഷൻ എല്ലാം ഉണ്ടാകാം. ചിലപ്പോൾ ഈ ഒരു കാർഡിൽ ഒരു ജലസി കൂടി നമുക്ക് കാണാൻ പറ്റും. അപ്പം മറ്റുള്ളവരെ നിങ്ങളോട് ക്ലോസ് ആകുന്നത് ഇവർ സൈലന്റ്ലി ഒബ്സർവ് ചെയ്യാനും ഇന്റേണലി ആ ഒരു റിയാക്ട് ചെയ്യാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇരുവരും ഒരുമിച്ച് വന്നപ്പോൾ ഇവിടെ ഒരു ഹിഡൻ മീനിങ്സ് വരുന്നതെന്ന് വെച്ചാൽ പേജ് ഓഫ് കപ്സ് തന്നെയായിരുന്നെങ്കിൽ ഒരു ഇന്നസെന്റ് അഫെക്ഷൻ മാത്രമായേനെ. പക്ഷെ ഇവിടെ ക്യൂൻ ഓഫ് വാൻസ് കൂടി വന്നതുകൊണ്ട് ഫീലിങ്സ് വളരെ ഡീപ്പായും ഹോട്ടറായും നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പം ഇവരുടെ മൈൻഡിൽ 2 ലേയേഴ്സ് ആണ് നടക്കുന്നത്. അതായത് 2 കാര്യങ്ങളാണ്. ഈ ഒരു പേഴ്സൺ ഡിഫറെന്റ് ആണ്, അല്ലെങ്കിൽ ഇവരോട് അതായത് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നതാണ് നിങ്ങൾ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ മൈൻഡൊക്കെ ഒന്ന് കാം ആകുന്നു. അപ്പം ഇവരെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്നുള്ള ക്യൂരിയോസിറ്റിയും ഇവർക്ക് ഉണ്ടാകുന്ന അതൊരു സ്റ്റേജും. ഒരു സൈഡിൽ എന്തുകൊണ്ട് ഇവരെ മൈൻഡിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നില്ല എന്നവർ ചിന്തിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇവരുടെ പ്രസൻസ് ഇത്ര ഒരു അഫക്റ്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇത്ര ഒരു എഫക്റ്റ് എന്നിലേക്ക് വരുത്തുന്നത് എന്തുകൊണ്ടാണ് എന്നും ഇവർ ചിന്തിക്കുന്നുണ്ട്. അതായത് ഇവര് നിങ്ങളെ ഇമോഷണലി ക്യൂട്ടായി മാത്രം കാണുന്നില്ല, പവർഫുൾ അട്രാക്ഷൻ ഇവർക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാനായിട്ട് പറ്റുന്നത്. പിന്നെ ഇവിടെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആ ഒരു ട്രൂത്ത്, ആ ഒരു സത്യം അതെന്താണെന്ന് നോക്കുമ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ചിലപ്പോൾ ഒരു ഒബ്സെഷൻ ബിഗിനിങ് ഒക്കെ കാണിക്കുന്നുണ്ട്. കാരണം പേജ് ഓഫ് കപ്സ് ഇമോഷൻ സപ്രസ് ചെയ്യുമ്പോൾ ക്യൂൻ ഓഫ് വാൻസ് അട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ഇതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? സീക്രട്ട്ലി വാച്ച് ചെയ്യുന്നു, ഓവർ തിങ്കിങ്, നിങ്ങളുടെ ഓരോ ആക്ഷൻസിനെ അവർ ഓവർ തിങ്ക് ചെയ്തെടുക്കുന്നു. പിന്നെ നിങ്ങളുടെ അറ്റൻഷന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നു. പിന്നെ ഒരു ചെറിയ കാര്യങ്ങളാകാം, ഇതിനൊക്കെ അവർ ഇമോഷണലി ഉള്ളിൻ്റെ ഉള്ളിൽ അവർ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. പുറത്ത് അവർ വളരെ കാമായിട്ട് കാണിച്ചാലും ഉള്ളിൽ നിങ്ങളെക്കുറിച്ച് ഇമോഷണലി വളരെയധികം ഒരു പേഴ്സൺ ട്രിഗർ ചെയ്യുന്നുണ്ട്. ഓരോ കൊച്ചു കാര്യങ്ങൾക്ക് പോലും അവരെ ചെറിയ രീതിയിൽ അവഗണിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവർ വളരെ ട്രിഗർ ആകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന ഒരു ട്രൂത്ത് എന്ന് പറഞ്ഞ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം. ഇനി ഇവിടെ നിങ്ങൾ ഈ ഒരു പേഴ്സൺ റിലേഷനിൽ ഉണ്ടായിരുന്നിട്ട് സെപ്പറേഷനിൽ പോയൊരു വ്യക്തിയാണ് എങ്കിൽ പോലും ഈ ഒരു സമയത്ത് സീക്രട്ട്ലി നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആക്ഷൻസ് അവർ കണക്കിലെടുത്ത് അതിനെക്കുറിച്ച് ചിന്തിച്ച് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തിരിച്ചു വരാനായിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. റിയാക്ട് ചെയ്യാൻ ഇമോഷണലി നിങ്ങൾ മറ്റുള്ള ആളുകളുമായിട്ടുള്ള ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് അവർ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഒത്തിരി വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പം ഈ ഒരു കാർഡ് പ്രകാരം ഇപ്പോൾ ഇവിടെ ക്യൂൻ ഓഫ് വാൻസ് പ്രകാരം വളരെ കോൺഫിഡൻ്റ് ആയിട്ടും അതുപോലെ ന്യൂട്രലി അട്രാക്റ്റീവ് ആയിട്ടും ഇമോഷണലി ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരാളായിട്ടുമാണ് ഇവർ നിങ്ങളെ കാണുന്നത്. അപ്പം നിങ്ങൾ റൂമിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പോലും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രസൻസ് വന്നു കഴിഞ്ഞാൽ എനർജി അവരുടെ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ഫീലിങ്സ്, ടൈപ്പ് ഓഫ് ഇംപ്രഷനാണ് കാർഡുകൾ കാണിച്ചിരുന്നത്. അതുകൊണ്ടാണ് പേജ് ഓഫ് കപ്സ് വന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേജ് ഓഫ് കപ്സ് ഇവിടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇമോഷണൽ പുള്ള് നിങ്ങളിലേക്ക് അവർക്ക് ഉണ്ടാകുന്നു, ഇമോഷണലി നിങ്ങളിലേക്ക് ഒരു വലിവ് അവർക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവല്, നിങ്ങളുടെ ആ ഓറ, നിങ്ങളുടെ ആ പ്രസൻസ്, ഇതൊക്കെയാണ് മെന്റലി അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളെ ഇഗ്നോർ ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചാലും മൈൻഡിൽ വീണ്ടും നിങ്ങളിലേക്ക് തന്നെയാണ് ആ ഒരു മൈൻഡിന്റെ ചായ്വ് വരുന്നത്. അപ്പൊ ഇതിലെ ഒരു ഡേഞ്ചറസ് ട്രൂത്ത് എന്താണ് എന്നുള്ളൊരു കാര്യമാണല്ലോ നമ്മൾ നോക്കുന്നത്. നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഡേഞ്ചറസ് ട്രൂത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ നിങ്ങളെ ഒരു ഓപ്ഷൻ ആയിട്ടല്ല കാണുന്നത് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നിങ്ങളെ അവർ ഇമോഷണലി സ്പെഷ്യലായിട്ടും ഫിസിക്കലി അവർക്ക് ഒത്തിരി അട്രാക്ഷൻ തോന്നുന്ന ഒരു പേഴ്സൺ ആയിട്ടും ഫിസിക്കലിയും ഇമോഷണലിയും നിങ്ങളോടൊപ്പം സ്റ്റേബിൾ ആയിട്ട് നിൽക്കാനായിട്ടും ഇവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇവർ മറച്ചു വെച്ചിരിക്കുന്ന ആ ഒരു രഹസ്യം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഏസ് ഓഫ് പെന്റിക്കിൾസും ഏസ് ഓഫ് സോർഡ്സും വരികയാണ്. അപ്പൊ ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയാം, ഈ 2 ഏസ് ഓഫ് പെന്റിക്കിൾസിന്റെയും ഏസ് ഓഫ് സോർഡ്സിന്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആണ്. അപ്പം ഏസ് ഓഫ് പെന്റിക്കിൾസ് ഫ്യൂച്ചറിനെ കാണിക്കുന്നതാണ്. ലോങ് ടൈം കണക്ഷൻസ് നിങ്ങൾ തമ്മിൽ ഫ്യൂച്ചറിൽ ഉണ്ടാവും, കമ്മിറ്റ്മെന്റ് ഉണ്ടാകും, അതുപോലെ സ്റ്റേബിൾ ബിഗിനിങ്. ഏസ് ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഹിഡൻ, ഒളിഞ്ഞിരിക്കുന്ന ഒരു ക്ലാരിറ്റിയാണ്. ഇത് രണ്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഇവരുടെ ഉള്ളിലെ സത്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പേഴ്സൺ എൻ്റെ ലൈഫ് മാറ്റാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് എന്ന രീതിയിൽ ആ ഒരു റിയലൈസേഷൻ, അതായത് നിങ്ങളെക്കുറിച്ച് അവർക്കൊരു റിയലൈസേഷൻ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ലൈഫ് മാറ്റാൻ കഴിയുമെന്നാണ് ഈ ഒരു പേഴ്സൺ വിശ്വസിക്കുന്ന ഒരാളാണ്. ആ ഒരു റിയലൈസേഷൻ അവർക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ
ഏസ് ഓഫ് സോഴ്സ് ചിലപ്പോൾ പെയിൻഫുൾ ട്രൂത്തും കാണിക്കും. അതായത് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളെ നഷ്ടപ്പെട്ടാൽ പിന്നീട് ഒരു റിഗ്രറ്റ് വരും എന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് 6 ഓഫ് വാൻഡ്സ്, ഈ 2 കാർഡുകൾ നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു ഡെസ്റ്റിനി പോലെ, ഒരു വിധി പോലെ വന്ന ഒരാളായിട്ടാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. അപ്പം എന്തായാലും എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ വരേണ്ടുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. അങ്ങനെയാണ് ആ ഒരു വിധിയാണ് നിങ്ങളെ ഒരുമിപ്പിച്ച് ചേർത്തത് എന്ന് ഒരു വിശ്വസിക്കുകയാണ്. വീൽ ഓഫ് ഫോർച്യൂൺ കാർമിക് ടേണിംഗ് പോയിന്റ് തന്നെയാണ്. അപ്പം 6 ഓഫ് വാൻഡ്സ് ശരിക്കും നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു ഈഗോ, വിക്ടറി, പബ്ലിക് ഇമേജ് എന്നീ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സൂചിപ്പിച്ചു തരുന്നത്. അപ്പൊ ഇവിടെ ഒരു ഡേഞ്ചറസ് സൈഡ് എന്താണെന്ന് പറഞ്ഞാൽ ഇവര് നിങ്ങളെ നേടണം, ജയിക്കണം, ആരുടെയെങ്കിലും ഒക്കെ ആണ് നിങ്ങളെങ്കിൽ പോലും നിങ്ങളെ സ്വന്തമാക്കണം എന്നൊരു പൊസസീവ് ആയിട്ടുള്ള എനർജി ഇവർക്കുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ മറ്റാരിലേക്കെങ്കിലും പോകുമോ എന്നൊരു പേടിയും ഇവരുടെ ഒരു ഈഗോയെ ട്രിഗർ ചെയ്യുന്നതായിട്ടുള്ള എനർജീസ് ആണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും നേടിയെടുക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്താഗതികൾ, അതാണ് ഇവർക്ക് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അവരുടെ മനസ്സിൽ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സൈഡായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഫൂൾ കാർഡ് ഉണ്ട്, അതുപോലെ 2 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. ഇവര് പുറത്തേക്ക് ഒരു ശരിക്കും ഒരു കെയർ ഫ്രീ അല്ലെങ്കിൽ ഒരു കാഷ്വൽ പോലെയൊക്കെ ബിഹേവ് ചെയ്താലും ഉള്ളില് കൺഫ്യൂഷൻസ് നടക്കുന്നു എന്നുള്ളതാണ്. ദ ഫൂൾ എന്ന് പറഞ്ഞാൽ റിസ്ക് എടുക്കാൻ താല്പര്യം കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒന്നിനെ പറ്റിയും ചിന്തിക്കാതെ റിസ്ക് എടുക്കണം, അല്ലെങ്കിൽ ഒന്നിനെ പറ്റി ഒരു ചിന്തിക്കുന്നില്ല, മുന്നോട്ടേക്ക് പോകണം എന്ന രീതിയിൽ ആലോചിക്കുന്ന ഒരു വ്യക്തി. 2 ഓഫ് പെന്റിക്കിൾസ് 2 സിറ്റുവേഷൻസും ബാലൻസ് ചെയ്യാനായിട്ട് കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ അത് ബാലൻസ് ചെയ്യുന്നുമുണ്ട് എന്ന് അതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഇത് ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒരു ഇവിടെ ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു ഡബിൾ മൈൻഡഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ഡിസിഷൻസ് എടുക്കുന്ന എനർജി ഉള്ള ഒരു പേഴ്സൺ ആകാം. അപ്പം ഒരു വശം നിങ്ങളിലേക്കും മറുവശത്ത് അത് ലീക്കായി പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഒരു കമ്മിറ്റ്മെന്റിലേക്ക് എത്താനായിട്ട് കഴിയുന്നില്ല, പക്ഷെ അതിനു വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പം അല്ലെങ്കിൽ ഒരു ഭാഗത്ത് നിങ്ങളുണ്ട്, മറുഭാഗത്ത് കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. ആ ഒരു കോൺസിക്വൻസിനെയൊക്കെ ഇവർ പേടിക്കുന്നുണ്ട്. അതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പൊ ഈ കാർഡ് വളരെ, ഇനി ഒരു ക്യൂൻ ഓഫ് പെന്റിക്കിൾസിന്റെ കാർഡും 2 ഓഫ് കപ്സിന്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഈ ഒരു കാർഡുകളൊക്കെ ഒരു ഡീപ്പ് കണക്ഷനാണ് കാണിക്കുന്നത്. ഇവര് നിങ്ങളെ ഒരു റിലേഷൻഷിപ്പ് മെറ്റീരിയൽ ആയിട്ട് തന്നെയാണ് കാണുന്നത്. ടെമ്പററി അട്രാക്ഷൻ അല്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഒരു വൈഫ് ആൻഡ് ഹസ്ബൻഡ് എനർജി, അല്ലെങ്കിൽ ഒരു കംഫോർട്ട് നൽകുന്ന ഒരു പേഴ്സൺ, ഇമോഷണൽ പീസ് കൊടുക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ പാർട്ട്ണർ എന്ന രീതിയിൽ തന്നെയാണ് നിങ്ങളെ കാണുന്നത്. ഇതാണ് ഈ ഒരു റീഡിങ്ങിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ 2 ഓഫ് കപ്സ് പറയുന്നത് മ്യൂച്വൽ സോൾ കണക്ഷൻ വരെ നിങ്ങൾ തമ്മിൽ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇതൊന്നും ഓപ്പൺലി അവർ പറയണമെന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ പേജ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്, അതുപോലെ തന്നെ 7 ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡുമുണ്ട്. അപ്പം ഇതാണ് റീഡിങ്ങിലെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. പേജ് ഓഫ് പെന്റിക്കിൾസും അതുപോലെ തന്നെ 7 ഓഫ് സോർഡ്സും. പേജ് ഓഫ് പെന്റിക്കിൾസ് സീരിയസ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങാനുള്ള ഒരു തോട്ട്സിനെയാണ് കാണിക്കുന്നത്, പേജ് ഓഫ് പെന്റിക്കിൾസ്. പക്ഷെ ഇവിടെ 7 ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോൾ കുറേയേറെ സീക്രറ്റ്സ് കീപ്പ് ചെയ്യാൻ, ഹൈഡ് ചെയ്യാൻ, അതുപോലെ സൈലന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യാൻ, ഇൻകംപ്ലീറ്റ് ട്രൂത്ത്, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 7 ഓഫ് സോർഡ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഇവര് മുഴുവൻ ഫീലിങ്സും തുറന്ന് പറയുന്നില്ല എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ചില കാര്യങ്ങൾ ഇന്റൻഷനലി അവർ ഹൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് അവരുടെ ചിലപ്പോൾ റിയൽ ഇന്റൻസിറ്റി ആയിരിക്കാം. അതായത് നിങ്ങളോട് ഒത്തിരി സ്നേഹം ഉണ്ടെങ്കിലും അതിന്റെ ഒരു പകുതിയോളം ആയിരിക്കും അവർ കാണിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങളെ ഒരു ലൈഫ് ലോങ് അവരുടെ കൂടെ ഉണ്ടാകണമെന്ന് മനസ്സിനുള്ളിൽ ഉണ്ടെങ്കിലും പുറത്തേക്ക് അവര് ഓക്കെ നിങ്ങൾ പോയാലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ആ ഒരു രീതിയിൽ കാണിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതുപോലെ ഉള്ളിന്റെ ഉള്ളിൽ ഒത്തിരി ജലസി ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും ആയിട്ടൊക്കെ അടുക്കുമ്പോഴോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ഒക്കെ ഒത്തിരി പോസസീവ്നെസ്സും ജലസിയൊക്കെ ഉണ്ടെങ്കിലും പുറത്ത് വളരെ കാമായിട്ട് അവരവരുടെ കാര്യം നോക്കട്ടെ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു ഫീല് അവർ കൊടുക്കുന്നുണ്ടാവും. പിന്നെ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ ഉണ്ടെങ്കിലും അതൊന്നും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഓൾറെഡി ഒരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിലായിരിക്കാം ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിൽക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ 7 ഓഫ് സോർഡ്സ് പലപ്പോഴും ഒരു സൈലന്റ് വാച്ചറിന്റെ ഒരു എനർജിയാണ് നൽകുന്നത്. അവര് നിങ്ങളെ ഒരു മാറി നിന്ന് സമാധാനമായിട്ട് നിന്ന് ഒരു ക്വയറ്റ്ലി ഒബ്സർവ് ചെയ്യുകയും നിങ്ങളുടെ റിയാക്ഷൻസ് സ്റ്റഡി ചെയ്യുകയും ചെയ്യുന്നുണ്ടാവാം എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ 10 ഓഫ് കപ്സ് ഉണ്ട്. ഒരു ഫൈനൽ എനർജി എന്ന് പറഞ്ഞാൽ 10 ഓഫ് കപ്സിന്റെ എനർജി നമുക്ക് പറയാൻ പറ്റും. ഫൈനൽ കാർഡും അത് തന്നെയാണ് മാസ്റ്റർ കാർഡും. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർക്ക് മനസ്സിന്റെ ആഴത്തിൽ നിങ്ങളോടൊപ്പം ഒരു ഇമോഷണൽ എൻഡിങ് കാണുന്നുണ്ട്.
അതായത് ഒരു ഹാപ്പി റിലേഷൻഷിപ്പ്, ഇമോഷണൽ ഫുൾഫിൽമെന്റ്, ലോങ് ടൈം ഹാപ്പിനെസ്, ഇതിനെയൊക്കെ കാണിക്കുന്ന ഒരു കാർഡാണ് ഇതെങ്കിലും ഒരു ഇമോഷണൽ ആയിട്ട് രണ്ടുപേരും ഒരുമിച്ച് ചേരുമ്പോഴാണ് അതിനൊരു സന്തോഷം വരികയുള്ളൂ എന്ന് പറയുന്നത്. ആഴത്തിൽ നിങ്ങളോടൊപ്പം ഒരു എൻഡിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചേർന്ന ആ ഒരു ഫുൾഫിൽമെന്റ്, ഇമോഷണൽ ഫുൾഫിൽമെന്റ് ഉണ്ടാകുന്നു, ലോങ് ടൈം ഹാപ്പിനെസ് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇവിടെ ഡേഞ്ചറസ് ട്രൂത്ത് എന്താണെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് നിങ്ങളെ കുറിച്ച് കാഷ്വൽ ആയിട്ടല്ല ചിന്തിക്കുന്നത്. അത് തന്നെയാണ് ഈ ഒരു റീഡിങ്ങിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രൂത്ത് അവർ മറച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ ചിലപ്പോൾ നിങ്ങളോടും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെയും ഒക്കെ ധരിപ്പിക്കുന്നത് ഇതൊരു കാഷ്വൽ റിലേഷൻഷിപ്പ് എന്ന രീതിയിലായിരിക്കും. പക്ഷെ നിങ്ങൾ അവരെ കാഷ്വൽ ആയിട്ടല്ല കാണുന്നത് എന്നുള്ളതാണ്. വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. പുറത്ത് വളരെ കാമായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഉള്ളില് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ലെവലിൽ അവർ ഇമാജിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അവിടെ കുറച്ച് ഫിയർ, ഈഗോ, കൺഫ്യൂഷൻ, ഒരു സീക്രസി, ഇതൊക്കെ കാരണം മുഴുവൻ ട്രൂത്ത് തുറന്ന് പറയുന്നില്ല അവര്. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഹിഡൻ ട്രൂത്ത് എന്താന്ന് പറഞ്ഞാൽ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം ഇവർക്ക് ഓൾറെഡി ഇപ്പോൾ അവരുടെ മനസ്സിൽ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് ഇവിടെ ഏറ്റവും അറിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 7 ഓഫ് സോഴ്സ് വന്നത്. ഫീലിങ്സുകൾ ഹൈഡ് ചെയ്യുന്നു, പക്ഷെ മൈൻഡ് നിങ്ങളെ വിട്ടുകളയാനായിട്ട് തയ്യാറാകുന്നില്ല. മൈൻഡിൽ നിങ്ങളിൽ നിന്നും ആ ഒരു അവരുടെ മനസ്സിനെ പറിച്ചുകൊണ്ട് പോകാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതാണ് ഇവിടെ. പിന്നെ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി, അതാണ് ഇപ്പോൾ അവരെ വളരെയധികം പിടിച്ച് ഉലച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് പറയാനായിട്ടും പറ്റുന്നത്. അതാണ് ഇവര് മറച്ചു പിടിച്ചിരിക്കുന്ന ഒരു ഹിഡൻ ട്രൂത്ത് ആയിട്ട് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ ഒന്ന് എടുത്ത് നോക്കാം. Clues related to this reading. Okay, clues related to this reading. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് വരുന്നത് 1111 എന്ന് പറയുന്ന റേഞ്ചിലെ നമ്പറാണ്. അതുപോലെ ജൂൺ മന്ത് നമുക്കിവിടെ വരുന്നുണ്ട്. ക്രേസ് ഓൺ വെഹിക്കിൾസ്, വണ്ടികളോട് ക്രേസ് ഉള്ള വ്യക്തിയാകാം. ടോക്കറ്റീവ് എന്ന് പറയുന്നൊരു ക്ലൂ വരുന്നുണ്ട്. നമ്പർ 8, നമ്പർ 10, സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ട്. ലവബിൾ എന്ന് പറയുന്നൊരു ക്ലൂ വരുന്നുണ്ട്. പെറ്റ് ലവേഴ്സ്, പെറ്റിനെയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാം. ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി വരുന്നുണ്ട്. മ്യൂസിക്, 1984 എന്ന് പറയുന്നൊരു വർഷം വരുന്നുണ്ട്. ഗ്രീൻ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. ഹിയറിംഗ് ഇഷ്യൂസ്, ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ള ഒരു സമയമായിരിക്കാം. ഗോൾഡൻ കളർ, നമ്പർ 28, 1 മന്ത് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി ഇവിടെ കിട്ടുന്നുണ്ട്. 1990 എന്ന് പറയുന്നൊരു വർഷം വരുന്നുണ്ട്. ജൂലൈ മന്ത്. ഓക്കെ, നമ്പർ 3, മോൾ ഓൺ ലെഫ്റ്റ് ചീക്സ്, ലെഫ്റ്റ് സൈഡിലെ കവളിലെ മറുകളിലെ വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. നമ്പർ 21, നമ്പർ 34, ചാരിറ്റി ഒക്കെ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ആളുകളായിരിക്കാം. 1984 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. സോഷ്യൽ മീഡിയ, വീണ്ടും നമുക്ക് സോഷ്യൽ മീഡിയ കിട്ടുന്നുണ്ട്. സെൽഫ് എംപ്ലോയീസ്, സ്വന്തമായിട്ട് ബിസിനസ് കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തികളായിരിക്കാം. ലെറ്റർ ടി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1 വീക്സ് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ നമ്പർ 24 കിട്ടുന്നുണ്ട്. സെക്കൻഡ് സ്റ്റഡ് കിട്ടിയിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 1 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്, ഒത്തിരി ഫ്രണ്ട്സ് ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. ഓറഞ്ച് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള ഒരു കളർ. 1987 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ഡിസംബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2005, നമ്പർ 35, നമ്പർ 48, ലെറ്റർ എൽ, എൻകറേജസ് യു, നിങ്ങളെ ഒത്തിരി എൻകറേജ് ചെയ്യുന്ന ഒരു വ്യക്തിയാകാനുള്ള ചാൻസസ് ഉണ്ട്. നമ്പർ 26, 6 ഡേയ്സ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. ബ്ലാക്ക് കളർ, നമ്പർ 23, പോലീസ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ലെറ്റർ എഫ്, സപ്പോർട്ടീവ്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് സെക്ഷനിൽ ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.